ഹായ്, ഞാൻ ചിത്ര. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഭാനു ചിത്ര. ക്രിസ്മസ് എന്ന് പറയുമ്പോൾ നമുക്ക് എപ്പോഴും ഓർമ്മ വരുന്നത് സ്റ്റാർസും ലൈറ്റ്സും പല ടൈപ്പ് കേക്ക്സും ആണ്. ക്രിസ്മസിൻ്റെ സമയത്ത് എൻ്റെ വീട്ടിൽ നല്ല വാസനയാണ്, കാരണം അമ്മ പല ടൈപ്പ് കേക്ക്സ് ട്രൈ ഔട്ട് ചെയ്യാറുണ്ട്. അതിൽ എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ഫ്രൂട്ട് കേക്കാണ്. അതിന് വേണ്ടിയിട്ട് അമ്മ ഡിസംബർ ഫസ്റ്റ് വീക്ക് തന്നെ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം പ്രിസർവ് ചെയ്യും, എന്നിട്ടാണ് അമ്മ കേക്ക് ഉണ്ടാക്കുന്നത്. ഇന്ന് നമുക്ക് അമ്മയുടെ ഫ്രൂട്ട് കേക്ക് ട്രൈ ഔട്ട് ചെയ്യാം. അല്ല എത്രത്തോളം ശരിയാവുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷെ എന്നാലും നമുക്ക് ട്രൈ ചെയ്യാം. ഇത് 2 സ്റ്റെപ്പ് പ്രോസസ്സാണ്. ആദ്യം നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സ് പ്രിസർവ് ചെയ്യണം, എന്നിട്ട് വേണം കേക്ക് ഉണ്ടാക്കാൻ. ഞാനിതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സ് പറഞ്ഞുതരാം. ആദ്യം ഇങ്ങനെ നമ്മൾ പ്രിസർവ് ചെയ്യും, എന്നിട്ട് നമ്മളിങ്ങനെ കേക്ക് ഉണ്ടാക്കുന്നു. നമുക്ക് എങ്ങനെ ആദ്യം ഡ്രൈ ഫ്രൂട്ട്സ് പ്രിസർവ് ചെയ്യുന്നത് എന്നും അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. പ്രിസർവിന് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ്: 1 കപ്പ് സ്വീറ്റ് റെഡ് വൈൻ, 1 കപ്പ് ഡ്രൈ ഫ്രൂട്ട്സ്. ഇതിപ്പോൾ ഞാൻ എടുത്തേക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സ് ചെറി, ടൂട്ടി ഫ്രൂട്ടി, ഓറഞ്ച് പീൽ, ആൽമണ്ട്, കാഷ്യൂ ആണ്. നമുക്ക് ഇഷ്ടമുള്ള അനുസരിച്ച് ഡ്രൈ ഫ്രൂട്ട്സ് നമുക്ക് എടുക്കാം. 3 പട്ട, 3 കരയാമ്പൂ, 1/2 കപ്പ് ഹണി. ആദ്യം നമ്മൾ പട്ടയും ഗ്രാമ്പും കൂടി ഡ്രൈ റോസ്റ്റ് ചെയ്ത് പൊടിച്ചെടുക്കണം. അത് കഴിഞ്ഞിട്ട് ഒരു സോസ് പാനിൽ വൈൻ ഒഴിച്ച് നന്നായിട്ട് തിളപ്പിക്കണം. അത് കഴിഞ്ഞിട്ട് അതിനകത്തേക്ക് ഡ്രൈ ഫ്രൂട്ട്സ് ഇടണം. ഡ്രൈ ഫ്രൂട്ട്സിൽ നന്നായിട്ട് വൈൻ സോക്കാവണം, എന്നിട്ട് നന്നായിട്ട് ഡ്രൈ ആക്കി എടുക്കണം നമ്മുടെ മിക്സ്ചർ. അത് കഴിഞ്ഞിട്ട് നന്നായിട്ട് ഡ്രൈ ആയതിനു ശേഷം തീ ഓഫ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിനകത്തേക്ക് ഹണിയും ഡ്രൈ റോസ്റ്റ് ചെയ്ത് വെച്ചേക്കുന്ന മസാലയും കൂടി നന്നായിട്ട് ഇളക്കിയിട്ട് മാറ്റി വെക്കണം. അത് നന്നായിട്ട് ആറിയതിന് ശേഷം ഇതേപോലത്തെ ഗ്ലാസ് കണ്ടെയ്നേഴ്സിൽ, എന്ന് വെച്ചാൽ ഡാർക്ക് ആയിരിക്കണം. ഡാർക്ക് ആണെങ്കിൽ കുറച്ചുകൂടി സൺലൈറ്റ് കടക്കില്ല, അപ്പോൾ കുറച്ചുകൂടി നമ്മുടെ പ്രിസർവ് നിൽക്കും. അതിന് വേണ്ടിയിട്ടാണ് ഈ ഡാർക്ക് കളർ കണ്ടെയ്നേഴ്സ് ഞാൻ എടുക്കുന്നത്. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഇതിനകത്തേക്ക് നമ്മുടെ പ്രിസർവ് ഇടണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ മുകളിലേക്ക് ബ്രാൻഡിയോ റമ്മോ താല്പര്യം ഉണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ ഒഴിക്കുക, എന്നിട്ട് ഒന്നുകൂടി ഇളക്കിയിട്ട് അടച്ചു വെക്കുക. ഇത് ബ്രാൻഡിയോ റമ്മോ ഇടുന്നത് എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ കേക്ക് ഉണ്ടാക്കുന്ന കേക്ക് കുറച്ച് വെള്ളം കൂടി നിൽക്കും, അതിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പ്രിസർവ് ഉണ്ടാക്കുന്നത് കണ്ടു. ഇനി നമുക്ക് കേക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇത് കേക്കിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ്: 200 ml ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ, 200 ഗ്രാം മൈദ, 4 മുട്ട, 200 ഗ്രാം പഞ്ചസാര പൊടിച്ചത്, 2 ടീസ്പൂൺ വാനില എസൻസ്, കാരമലിന് വേണ്ടിയിട്ടുള്ള ഷുഗറാണിത്, 4 ടേബിൾ സ്പൂൺ, ഒരു ചെറിയ കഷ്ണം നാരങ്ങ, 2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ. ഇത് നമ്മൾ നേരത്തെ പ്രിസർവ് ചെയ്ത് വെച്ച ഡ്രൈ ഫ്രൂട്ട്സ്. ആദ്യം നമുക്ക് കേക്കിന് വേണ്ടിയിട്ടുള്ള കാരമൽ ഉണ്ടാക്കാം. ഞാൻ അതിന് വേണ്ടിയിട്ടൊരു ഫ്രൈങ് പാൻ ബർണറിൽ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് പഞ്ചസാര ഇടാം. പാൻ ചൂടായിട്ടുണ്ട്. ഇനി ഇത് ചൂടായിട്ട് ഉരുകും. പഞ്ചസാര എന്നിട്ട് ഇളക്കി കൊടുക്കണം. ഒരു മീഡിയം ഹൈ ചൂട് വയ്ക്കണം. പഞ്ചസാര ഉരുകി തുടങ്ങിയിട്ടുണ്ട്. ചെറുതായിട്ട് പാനിൻ്റെ താഴെ പിടിച്ചു തുടങ്ങി. അപ്പോൾ നമ്മളായിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം, താഴെ അടുക്കി പിടിക്കാണ്ടത്. ഇപ്പം എൻ്റെ പതുക്കെ കളറ് മാറി തുടങ്ങും. ഇതിനാണ് പഞ്ചസാര കാരമലൈസ് ചെയ്യണമെന്ന് പറയണേ. ഞാൻ പഞ്ചസാരയിലേക്ക് വെള്ളം ഒഴിക്കുകയാണ്. ഒരു 4 ടേബിൾ സ്പൂണോളം വെള്ളം മതി എനിക്ക്. ശ്രദ്ധിച്ച് ഒഴിക്കണം, അല്ലെങ്കിൽ തെറിക്കാൻ ചാൻസ് ഉണ്ട്. ശ്രദ്ധിച്ച് ഒഴിക്കണം, ഇത് ബബിൾ ചെയ്ത് മേത്തേക്ക് തെറിക്കും. ഷുഗർ അതുകൊണ്ട് ശ്രദ്ധിച്ച് ചെയ്യണം ഈ സമയത്ത്.
ഓക്കെ, കുറച്ച് വർഷമായിട്ട് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. ഇനിയിപ്പോൾ ഇത് നന്നായിട്ട് ഇത് മുഴുവനും മെൽറ്റായി വെള്ളത്തിലോട് ചേരും. ഞാൻ ആ സമയത്ത് ഒന്നുകൂടി ഓൺ ചെയ്തിട്ട് ഞാനത് തിളപ്പിക്കാം. അല്ലാണ്ട് തന്നെ തിളയ്ക്കുന്നുണ്ട്, അത്രയും ചൂടുണ്ട്. ഷുഗർ ആയതുകൊണ്ട് ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ ആ സമയത്ത്. ഞാൻ ഒന്നുകൂടി ഓൺ ചെയ്യുകയാണിത്. അപ്പോൾ നമ്മൾ കാരമൽ ചെയ്തിട്ടുണ്ട്. ഇതൊന്ന് നന്നായിട്ട് തിളച്ച് കുറുകട്ടെ. ഓക്കെ, അപ്പോൾ നമ്മൾ ആവശ്യത്തിനുള്ളൊരു വെള്ളം അല്ലെങ്കിൽ കാരമൽ കുറുകിയിട്ടുണ്ട്. നമുക്ക് ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ബാക്കി കേക്കിൻ്റെ കാര്യങ്ങൾ ചെയ്യാം. ഞാനിപ്പോൾ കേക്കിൻ്റെ ബാറ്റർ ചെയ്യാൻ പോവാണ്. അതിൽ ഏറ്റവും ആദ്യം ഞാൻ ചെയ്യാൻ പോകുന്നത് മുട്ടയുടെ മഞ്ഞയും വെള്ളയും സെപ്പറേറ്റ് ചെയ്യുകയാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ വെള്ളം ബീറ്റ് ചെയ്യണം. എനിക്ക് ആദ്യം അതിൽ വെള്ളം ബീറ്റ് ചെയ്യുമ്പോൾ ഏറ്റവും ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നമ്മൾ എടുക്കുന്ന ബൗള് നല്ല ക്ലീൻ ആയിരിക്കണം. പൊടി പാടില്ല, എണ്ണമയം ഒട്ടും പാടില്ല. അത് രണ്ടുമാണ് നമ്മൾ ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഞാനിപ്പോൾ എഗ്ഗിൽ വെള്ളയും മഞ്ഞയും കൂടി സെപ്പറേറ്റ് ചെയ്യാൻ പോവാണ്. ഞാനിപ്പോൾ വെള്ളയും മഞ്ഞയും സെപ്പറേറ്റ് ചെയ്തു. ഞാനിപ്പോൾ വെള്ള ബീറ്റ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ മുട്ടയുടെ വെള്ള നല്ല ബീറ്റ് ചെയ്യാൻ പോയാണ്.
ഉണ്ട് കണ്ടോ, നല്ല സോഫ്റ്റ് പീക്ക് വന്നിട്ടുണ്ട്. ഇതാണ് നമുക്ക് ആവശ്യമുള്ള, കണ്ടോ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ നീങ്ങുന്നില്ല. അതാണ് നമുക്ക് ആവശ്യമുള്ള മുട്ടയുടെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. അപ്പം നമുക്കിത് മുട്ട ഇനിയിപ്പോൾ ബീറ്റ് ചെയ്ത് മാറ്റി വെക്കാം. ഇനി നമുക്ക് ബാക്കി ഫ്ലോറും ഒക്കെ ആഡ് ചെയ്യാം കേക്കിന് വേണ്ടിയിട്ടുള്ള. മുട്ടയുടെ മഞ്ഞ ഞാൻ എടുത്തു, അതിനകത്തേക്ക് വനില എസൻസ് ഒഴിക്കുകയാണ്. ഇനി നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇതിനകത്തേക്ക് പഞ്ചസാര പൊടിച്ചത് ആഡ് ചെയ്യാം. ഒന്ന് ഇളക്കി കൊടുക്കാം, അല്ലെങ്കിൽ ഇപ്പം നമ്മൾ ബീറ്റ് ചെയ്യിപ്പിക്കും എന്ന് പറഞ്ഞാൽ എല്ലാം കൂടി ചാടും. ഒന്ന് ബീറ്റ് ചെയ്യാം. നമ്മൾ നന്നായിട്ട് ബീറ്റ് ചെയ്തു. ഇനി നമുക്ക് മൈദയിലേക്ക് നമ്മൾ ബേക്കിംഗ് പൗഡർ ഇടുവാണ്. നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട്. ഇത് നമ്മൾ അരിപ്പയിൽ ചെയ്താൽ കുറച്ചുകൂടി നല്ലതാണ്. അപ്പോൾ ഇങ്ങനെ മിക്സ് ചെയ്താലും മതി, കുഴപ്പമില്ല. മിക്സ് ആവും, നന്നായിട്ട് മിക്സ് ചെയ്താൽ മതി. നമുക്കിത് കുറച്ച് കുറച്ചായിട്ട് ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ സമയത്ത് നമ്മൾ കുറച്ച് ഓയിൽ, നമ്മൾ എടുത്ത് വെച്ചിരുന്ന ഓയിലിൽ കുറച്ച് ഓയിൽ ആഡ് ചെയ്യണം. ഹാഫ് ഓയിൽ ആഡ് ചെയ്തിട്ടുള്ളൂ ഞാൻ. ഒന്ന് മിക്സ് ചെയ്യാം, അല്ലെങ്കിൽ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ബീറ്റ് ചെയ്യുമ്പോഴേക്കും ഇതെല്ലാം കൂടി പൊങ്ങി പറക്കും നമ്മുടെ മേത്തേക്ക്. ഇനി ഒന്ന് ബീറ്റ് ചെയ്യാം. ഇനി നമുക്ക് ബാക്കി ഫ്ലോറും ഓയിലും ആഡ് ചെയ്ത് കൊടുക്കാം. ഓയിൽ ബാക്കിയുള്ളത് ആഡ് ചെയ്യാം. ഇനി നാരങ്ങ നീര്.
ഇത് കഴിഞ്ഞിട്ട് നമുക്കിനി ബീറ്റ് ചെയ്ത് വെച്ചേക്കുന്നതിൻ്റെ ഇതിനകത്തേക്ക് ഞാൻ കാരമൽ സിറപ്പ് ഒഴിക്കുവാണ്. നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് നിങ്ങളുടെ ബാറ്റർ ഭയങ്കര ടൈറ്റാണെന്ന് ഫീൽ ചെയ്യുകയാണെങ്കിൽ കുറച്ച് പാൽ ഒഴിച്ച് കൊടുത്താൽ മതി. കുറച്ച് പാലെന്ന് വെച്ചാൽ ഒരു 2-2.5 ടേബിൾ സ്പൂണോളൊക്കെ മതി. കൂടുതൽ പാൽ ഒഴിക്കരുത്. പിന്നെ അവസാനം കേക്ക് വേവില്ല. ബേക്ക് ചെയ്യാൻ വെക്കുമ്പോൾ കേക്ക് വേവില്ല. ഇനി നമുക്ക് ഒന്നുകൂടി ബീറ്റ് ചെയ്തെടുക്കാം. കാരമൽ സിറപ്പ് ഒഴിച്ചിട്ടുണ്ട്. ഇപ്പോൾ മിക്സ് ചെയ്തു നന്നായിട്ട് ഞാൻ. ഇനി നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സ് എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ, അതിനകത്തേക്ക് കുറച്ച് ഫ്ലോർ ആഡ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു 200 ഗ്രാമോളം ഡ്രൈ ഫ്രൂട്ട്സ് പ്രിസർവ് നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് എടുക്കുവാണ്. ഡ്രൈ ഫ്രൂട്ട്സ് എടുക്കുവാണ്. ഇതൊരു 1 കപ്പോളം എടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള ക്വാണ്ടിറ്റി എടുക്കാം കേട്ടോ. അതനുസരിച്ചുള്ള ബേക്കിംഗ് പാൻ എടുക്കണം. കാരണം ഇത് പൊന്തി വരും നമ്മൾ എടുത്ത് വെച്ചേക്കണതിൽ. ഇതിപ്പോൾ ഞാൻ ഒരു 1 കപ്പോളം ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ പ്രിസർവ് എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് നമ്മൾ 1 ടേബിൾ സ്പൂണോളം മൈദ എടുത്തു, എന്നിട്ട് മിക്സ് ചെയ്തു. ഇത് എന്തിനാ ഈ മൈദ ആഡ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇതെല്ലാം കൂടി താഴെ വന്ന് കിടക്കും. നമ്മൾ കേക്ക് ബാറ്റർ ബേക്ക് ചെയ്യാൻ വെച്ച് കഴിയുമ്പോൾ നമുക്ക് കിട്ടുമ്പോൾ കേക്ക് കട്ട് ചെയ്യുമ്പോൾ കേക്കിൻ്റെ ഡ്രൈ ഫ്രൂട്ട്സ് പല സ്ഥലത്തായിട്ട് കിടക്കില്ല. ഇത് താഴെ വന്ന് കിടക്കും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ മൈദയിൽ ഇത് മിക്സ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിത് മാറ്റി വയ്ക്കാം. ഇത് നന്നായിട്ട് ഇപ്പോൾ മിക്സ് ചെയ്തിട്ടുണ്ട്. ഫ്ലോർ വെച്ചിട്ട് ഇത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഇതിനകത്തേക്ക് വൈറ്റ് ഫോൾഡ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ആദ്യം എൻ്റെ ഇതിനകത്തു നിന്നുള്ള ബാറ്റർ മാറ്റിയെടുക്കാം. അപ്പം എൻ്റെ ബാറ്റർ കുറച്ച് ടൈറ്റാന്ന് തോന്നുന്നു. എന്തായാലും വൈറ്റും കൂടി മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ നോക്കാം. അങ്ങനെയാണെങ്കിൽ ഞാൻ കുറച്ച് പാൽ ആഡ് ചെയ്യാം. ഞാനിപ്പോൾ ഓയിൽ എടുത്തിട്ടുണ്ട്. അതിന് പകരം ഓയിൽ എടുത്ത് മിക്സ് ചെയ്തപ്പോൾ ഓയിൽ എടുത്തതിന് പകരം നിങ്ങൾക്ക് ബട്ടറും ആഡ് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ വൈറ്റ് മിക്സ് ചെയ്യുകയാണ് ഇതിനോട്. ഞാൻ കുറച്ചായിട്ടാണ് ആഡ് ചെയ്യുന്നത്. നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നോക്കാം. ഇനി ബാക്കി എടുത്തു വെച്ചേക്കുന്ന എഗ് വൈറ്റും കൂടി നമുക്ക് ഇതിനകത്തേക്ക് ആഡ് ചെയ്യാം. ഇതുകൂടി ഫോൾഡ് ചെയ്തെടുക്കാം നമുക്ക്.
സമയത്ത് നമുക്ക് കുറച്ച് പാൽ കൂടി ചേർത്ത് കൊടുക്കാം. ഞാനൊരു 2 ടേബിൾ സ്പൂണും പാല് ചേർത്തിട്ടുള്ളൂ. ഈ സമയത്ത് നമുക്ക് എടുത്ത് വെച്ചിരുന്ന ഡ്രൈ ഫ്രൂട്ട്സ് ഇതിനകത്തേക്ക് ആഡ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഒന്നും കൂടി അപ്പോൾ നമ്മുടെ ബാറ്റർ ഇപ്പോൾ തിക്കാവും. കുറച്ചുകൂടി പാല് ചേർക്കുകയാണ്. ഒരു ടീസ്പൂണേ ഉള്ളൂ കേട്ടോ. ഇപ്പോൾ ഇവിടെ ഇരിക്കട്ടെ. നമുക്കിനി പാൻ ഗ്രീസ് ചെയ്തെടുക്കാം. ബട്ടറോ ഓയിലോ എന്തെങ്കിലും പക്ഷേ എൻ്റെ അടുത്ത് ഇപ്പോൾ ഓയിൽ സ്പ്രേ ഉണ്ട്, അതുകൊണ്ട് ഞാൻ ഓയിൽ സ്പ്രേ കൊണ്ട് ഗ്രീസ് ചെയ്യാൻ പോവാണ്. ഉള്ളിലേക്ക് കുറച്ച് മൈദ. ഇത് എന്തിനാന്ന് വെച്ചാൽ നമ്മൾ കേക്ക് അല്ലെങ്കിൽ ഇതിൽ ഒട്ടിപ്പിടിച്ചിരിക്കും, ഇതിനകത്തൊന്നും വിട്ട് വരില്ല. അതിനാണ് മൈദയും. ഓയിൽ വെച്ചാൽ പോകും, പിന്നെ മൈദയും കൂടി ചേർത്തിട്ടാൽ കുറച്ചുകൂടി ബുദ്ധിമുട്ട് കുറവാണ് നമുക്ക് വെടിയിച്ചെടുക്കാൻ ഇതിനകത്തുനിന്ന്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ മൈദയും കൂടി ആഡ് ചെയ്തത്. നമുക്ക് ഡസ്റ്റ് ചെയ്തു, ഞാൻ ഫ്ലോർ ഡസ്റ്റ് ചെയ്തു, ഓയിൽ സ്പ്രേയും ചെയ്തു. ഇനി നമുക്ക് ബാറ്റർ ഇതിനകത്തേക്ക് ഒഴിക്കാം. ഇവിടെ ബാറ്റർ ഒഴിച്ചു. ഇത് 2 തട്ട് കൊടുക്കാൻ ബബിൾസൊക്കെ ഉണ്ടെങ്കിൽ പൊയ്ക്കോളും. ഉണ്ടോ ബബിൾസ് വന്നിട്ടുണ്ടെങ്കിൽ തട്ടുമ്പോൾ ബബിൾസ് കൂടെ പൊയ്ക്കോളും, പോപ്പ് ചെയ്ത് പൊയ്ക്കോളും. അതിന് വേണ്ടിയിട്ടാണ്. ഇനി നമുക്കതിനെ ബേക്ക് ചെയ്യാം. ഓവൻ ഞാനിപ്പോൾ 350 ഡിഗ്രി ഫാരൻഹീറ്റിൽ പ്രീ ഹീറ്റ് ചെയ്യാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ പ്രീ ഹീറ്റായി. ഞാനിപ്പോൾ ബേക്ക് ചെയ്യാൻ വയ്ക്കാൻ പോവാണ് കേക്ക്. ഇത് 3rd റാക്കിലാണ് ഞാൻ ബേക്ക് ചെയ്യാൻ വച്ചേക്കുന്നത്. ഇതൊരു 25 to 30 മിനിറ്റ്സ് നമുക്ക് വയ്ക്കാം. ചിലപ്പോൾ പാൻ അനുസരിച്ച് വ്യത്യാസം വരും.
നമ്മൾ 25 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് സ്ക്യൂവർ കൊണ്ട് കുത്തി നോക്കണം വെന്തിട്ടുണ്ടോയെന്ന്. അതിന് മുന്നേ കുത്തരുത്, കാരണം ഇത് പൊങ്ങി വരുന്നതാണ്. ചിലപ്പോൾ നമ്മൾ തുറന്ന് നോക്കുമ്പോൾ അതേപോലെ തന്നെ ഇത് അമങ്ങി താഴേക്ക് വരും. സോഫ്റ്റ് ആയിരിക്കില്ല നമ്മൾ ബേക്ക് ചെയ്യുമ്പോൾ. നമുക്ക് ഇപ്പോൾ ബേക്കായിട്ടുണ്ട് കേക്ക്. നന്നായിട്ട് ബേക്കായി കണ്ടോ. ഞാൻ 25 മിനിറ്റ്സ് കഴിഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് നോക്കി. ഇതൊരു 15 മിനിറ്റ്സ് ഈ അളവിന് ഞാൻ എടുക്കേണ്ടി വന്നു. ഇത് നടുക്ക് ഇതേപോലത്തെ ഹോളുള്ള പാൻ ആയതുകൊണ്ടാണ് ഇത്ര എടുത്തത്. നോക്കിയിട്ട് ഏതാണ് പാൻ അതനുസരിച്ച് വേണം ബേക്കിംഗ് ടൈം സെറ്റ് ചെയ്യാൻ. എൻ്റെ ഇത് 9 ഇഞ്ച് പാനാണ്. എനിക്കിത് 50 മിനിറ്റ്സോളം എടുത്തു ബേക്കാവാൻ. കേക്ക് ബേക്കായിട്ടുണ്ട്. നമ്മളിത് വെന്തോന്ന് നോക്കണത് ഈ സ്ക്യൂവർ കൊണ്ട് കുത്തി നോക്കുമ്പോൾ ഇത് ക്ലീനായിട്ട് വരണം. കണ്ടോ, സ്ക്യൂവറിൽ ഒരു തുള്ളി മാവില്ല. ഇതിൻ്റെ അർത്ഥം വെന്തു എന്നാണ്. കണ്ടോ, ബേക്ക് ചെയ്തതിൻ്റെ കറക്റ്റ് ആ പാടൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഞാനിപ്പോൾ കൂളിംഗ് റാക്കിലേക്ക് വെച്ചേക്കാണ്. നമ്മളിതിനെ ഡീമോൾഡ് ചെയ്യണമെങ്കിൽ നന്നായിട്ട് ആറണം. ഇപ്പോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇത് പൊടിഞ്ഞു പോകും, കാരണം നല്ല ക്രിസ്പായിട്ട് ഇരിക്കുകയാണ്. നമ്മളിപ്പോൾ അതിനെ ഡീമോൾഡ് ചെയ്യില്ല. നമുക്കിതിനെ ഡീമോൾഡ് ചെയ്ത് കഴിഞ്ഞ് ഞാൻ കാണിച്ചു തരാം. കേക്ക് നന്നായിട്ട് കൂളായിട്ടുണ്ട്. നമുക്കിതിനെ ഡീമോൾഡ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ കേക്കിൻ്റെ ബേക്കിംഗ് പാൻ്റെയും കേക്കിൻ്റെ ഇടയ്ക്ക് ഉള്ള സ്പേസിൽ കൂടി ചെറുതായിട്ടൊന്ന് കത്തി ഓടിക്കണം. എൻ്റെ ഇപ്പോൾ ഇതേപോലത്തെ പാൻ ആയതുകൊണ്ട് എനിക്കിങ്ങനെ സ്മൂത്തായിട്ട് പോവില്ല അത്. ഇനി നമുക്കൊന്ന് കമത്തിയിടാം കൂളിംഗ് റാക്കിലേക്ക്. കേക്ക് വന്നു നല്ല ഷേപ്പിൽ, ക്രിസ്മസ് റീത്തിൻ്റെ ഷേപ്പിൽ. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇതേപോലത്തെ മോൾഡ് എടുത്തത്. ഇനി നമുക്കിതൊന്ന് ഡെക്കറേറ്റ് ചെയ്യാം. കേക്ക് ഞാൻ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് ഫോണ്ടന്റ് ഐസിങ് കൊണ്ടും പൗഡർ ഷുഗർ കൊണ്ടും സ്പ്രിങ്കിൾസും കൊണ്ടും. എല്ലാവരും ക്രിസ്മസിന് ഈ കേക്ക് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും എൻ്റെ ഫ്രൂട്ട് കേക്ക് റെസിപ്പി ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. വിഷ് യു ഓൾ എ മെറി ക്രിസ്മസ്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഇനിയും പുതിയ റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.